കന്നിമൂല എന്ന് പറയുന്നത് തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന സൗത്ത് വെസ്റ്റ് കോർണറിനെയാണ് കന്നിമൂല എന്ന് പറയുന്നത്. ആ വീട്ടിലെ ഗൃഹനാഥയുടെ ദിക്കായിട്ടാണ് ഫെങ്ഷുയിൽ കന്നിമൂലയെ കണക്കാക്കുന്നത്. തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും ദോഷം വന്നാൽ ഗൃഹനാഥയെ ബാധിക്കും. അതോടുകൂടി തന്നെ വീടിന്റെ മൊത്തത്തിലുള്ള ബാലൻസിങ് നഷ്ടമാവുകയും ചെയ്യും. നമസ്കാരം, നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത വാസ്തു ഫെങ്ഷുയി കൺസൾട്ടന്റ് സുരേഷ് സാറാണ്. സർ ഏകദേശം 20 വർഷത്തോളമായി സാറിന് ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഞാനടക്കം ഞങ്ങൾ എല്ലാവരും ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് കന്നിമൂലയെ പറ്റി. അപ്പോൾ ശരിക്കും എനിക്കറിയേണ്ടത് അതിന്റെ പ്രാധാന്യം എന്താണ്? ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ സാധാരണ കേരളത്തിൽ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കന്നി കുറ്റി അടിക്കുന്ന ഒരു വീടിന്റെ പണി തുടങ്ങാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ കുറ്റി അടിക്കുന്നത് ഈ തെക്കു പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂലയിലാണ്. ഈ ഒരു വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ ഷേപ്പിൽ വരണമെന്നുള്ളതാണ് വാസ്തുവിന്റെ ആയാലും ഫെങ്ഷുയുടെ ആയാലും മെയിൻ ആയിട്ടുള്ള ഒരു നിയമം. ആ ഒരു സ്ക്വയറിനകത്ത് ഒരു വാസ്തു പുരുഷൻ ഉണ്ടെന്ന് നമ്മുടെ വാസ്തുവിൽ, ഭാരതത്തിന്റെ വാസ്തുവിൽ പറയുന്നു. ആ ഒരു സ്ക്വയറിനകത്ത് ഒരു വാസ്തു പുരുഷൻ കിടക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ശിരസ് വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തും പാദം വരുന്നത് തെക്കു പടിഞ്ഞാറ് ഭാഗത്തുമാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം തീരുമാനിക്കാം, നമ്മുടെ നിലനിൽപ്പ് തന്നെ പാദമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്കു പടിഞ്ഞാറ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ വീടിന്റെ മൊത്തത്തിലുള്ള ബാലൻസിങ് തെറ്റും. തെക്കു പടിഞ്ഞാറ് നമുക്ക് ഇപ്പൊ പല ഭാഗത്തും മിസ്സിങ്ങുകളോ മറ്റുള്ള പ്രോബ്ലംസ് വന്നാലും ഏറ്റവും കൂടുതൽ നമ്മളെ പെട്ടെന്ന് അത് എഫക്ട് ചെയ്യുന്ന 2 സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന കന്നിമൂലയും, 2 ഈശാനകോണുമാണ്. കന്നിമൂല എന്ന് പറയുന്നത് തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന സൗത്ത് വെസ്റ്റ് കോർണറിനെയാണ് കന്നിമൂല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഫെങ്ഷുയിൽ പറയുന്നത് ആ വീട്ടിലെ ഗൃഹനാഥയുടെ ദിക്കായിട്ടാണ് ഫെങ്ഷുയിൽ കന്നിമൂലയെ കണക്കാക്കുന്നത്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വീട്ടിലെ സ്ത്രീയാണ്, അവിടുത്തെ ഗൃഹനാഥയാണ്. അപ്പൊ ആ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും ദോഷം വന്നാൽ അത് ആരെ ബാധിക്കും? ഗൃഹനാഥയെ ബാധിക്കും. അതോടുകൂടി തന്നെ വീടിന്റെ മൊത്തത്തിലുള്ള ബാലൻസിങ് നഷ്ടമാവുകയും ചെയ്യും. അതേ കണക്ക് തന്നെ അവിടെ ഒരു സൗഭാഗ്യം പറയുന്നുണ്ട്. അത് വന്നിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യമാണ്. അപ്പൊ ആ ഐക്യം അവിടെ ഇല്ലാതെ വരും. അപ്പൊ കന്നിമൂല വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കായി ഫെങ്ഷുയിലായാലും വാസ്തുവിലായാലും കണക്കാക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്നവർക്കാണെങ്കിലും അത് ഒരുപാട് പേര് ചോദിച്ച ഒരു ഡൗട്ടായിരുന്നു ഈ കന്നിമൂലയെ പറ്റി. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ടും 2 വാസ്തു സമ്പ്രദായങ്ങൾ നമുക്കിവിടെ ഇത് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിന്റെ മഹത്തായ വാസ്തുശാസ്ത്രം. 2 എന്ന് പറയുന്നത് ചൈനയുടെ ഒരു സയൻസ് ഉണ്ട്, അതിനാണ് ഫെങ്ഷുയി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം കാണുന്നതിൽ ഒരുപാട് ആൾക്കാർ വീട് വെച്ച് താമസിക്കുന്നവരാണ്. അപ്പൊ അവരിത് ഈ പ്രോഗ്രാം കാണുമ്പോൾ അവർക്കൊരു വേദനയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ കന്നിമൂല ഇപ്പൊ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ട് അവരുടെ കന്നിമൂലയെ പറ്റി ചിന്തിക്കും. അയ്യോ, എന്റെ കന്നിമൂലയിൽ ഇന്നണക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ ഈ പുള്ളി പറയുന്നത് പോലുള്ള വിഷയങ്ങളും എന്റെ ജീവിതത്തിലുണ്ടല്ലോ എന്ന് അവർ മനസ്സിലാക്കും. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാം എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ നമ്മുടെ വാസ്തുവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പൊളിച്ചു മാറ്റിക്കൊണ്ട് അതിനെ കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വാസ്തുവിൽ പറയുന്നത്. പക്ഷെ ഫെങ്ഷുയിൽ അങ്ങനെയല്ല. അത്തരത്തിൽ പൊളിച്ചു മാറ്റി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളും സാമ്പത്തികവും നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ചില ഫെങ്ഷുയി ടൂളുകളിലേക്കോ ചില റെമഡികളിലേക്കോ പോവാം. ഇപ്പൊ ചിലർ സാധാരണക്കാർ ചിന്തിക്കും, ഒരു ദിക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു ഫെങ്ഷുയുടെ ടൂള് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഇത് വെച്ചാൽ അത് ശരിയാകുമോ എന്ന് ചിന്തിക്കും. ഉറപ്പായിട്ടും അതിന്റെ ബാലൻസിങ് അവിടെ കറക്റ്റ് ആവുകയും ചെയ്യും, നമ്മുടെ ലൈഫിലേക്ക് റിസൾട്ട് വരികയും ചെയ്യും. ഇപ്പൊ നമ്മൾ വെറുതെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളല്ല ഇത് ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ മാറ്റം ഉണ്ടാവും. അവിടെയാണ് ഫെങ്ഷുയുടെ പ്രാധാന്യം. അല്ലാതെ ഇത് ഞാൻ ചെയ്തുകൊണ്ട് എന്റെ വീട്ടിൽ ദോഷം മാറാൻ ഞാൻ കന്നിമൂലയിൽ കൊണ്ടുപോയി റെഡ് ലൈറ്റ് ഇട്ടു, അതുകൊണ്ട് എന്റെ ദോഷം മാറി എന്നുള്ളതല്ല. ഞാൻ കന്നിമൂലയിൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പുറത്ത് ഒരു റെഡ് ലൈറ്റ് ഇട്ടപ്പോൾ അടുത്ത ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാനും ഭർത്താവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുകയും നമ്മളൊരു ഐക്യത്തിലേക്ക് പോകാനും ഇവിടെ സാധിച്ചു. അപ്പൊ ഇത് വർക്ക് ചെയ്തു. ഇത് എല്ലാം റിസൾട്ടാണ്, നമ്മൾ വെറുതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അല്ല. അതെ, അപ്പൊ സാർ അതിനുള്ള പരിഹാരവും കൂടെയാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഇപ്പൊ ഫെങ്ഷുയി അനുസരിച്ചിട്ടാണെങ്കിൽ വീടിനെ നമുക്ക് പൊളിച്ചു മാറ്റാതെ തന്നെ എന്ത് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായി ഡിസ്കസ് ചെയ്തത് കന്നിമൂലയെ പറ്റിയാണ്. ഇത് കൂടാതെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങൾ കാണാം, അത് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതുകൂടാതെ സാറിൻ്റെ കൺസൾട്ടേഷൻ വേണം എന്നുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനിയുള്ള എപ്പിസോഡ്സ് തുടർന്ന് കാണുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.